സമസ്ത മുഷാവറ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് സംബന്ധിച്ച് ബഹാവുദ്ദീൻ നദ്വിയുമായി വാക്കുതർക്കമുണ്ടായെന്ന് സ്ഥിരീകരിച്ചു ഉമർ ഫൈസി. തനിക്കെതിരായ കത്ത് ചില കള്ളന്മാർ യോഗത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് താൻ പറഞ്ഞു. കള്ളന്മാർ എന്ന പദം സദസ്സിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്ന് വരുത്താൻ നദ്വി ശ്രമിച്ചു. ജിഫ്രി തങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് ഇറങ്ങിപ്പോയത്. മുഷാവറയിലെ ചർച്ച പുറത്തു പറഞ്ഞത് അച്ചടക്ക ലംഘനമാണെന്നും ഉമർ ഫൈസി പറഞ്ഞു. നദ്വി ഉസ്താദ് പറഞ്ഞു, നിങ്ങളോട് അധ്യക്ഷൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കേൾക്കലല്ലേ മര്യാദ എന്നോട് ചോദിച്ചു. ഞാൻ എനിക്കെതിരായിട്ടുള്ള കള്ളത്തരങ്ങൾ എഴുതിയ കത്തുകൾ ചില കള്ളന്മാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കേൾക്കാനാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ആ പദം ഇദ്ദേഹം ചാനൽക്കാരോട് കള്ളന്മാരെന്ന് അദ്ദേഹത്തെയോ അല്ലെങ്കിൽ സദസ്സിനെയോ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരിപ്പിച്ചത്. നദ്വി സാഹിബിനെ പോലും ഞാൻ എന്താക്കില്ല, കള്ളെന്ന് പറയില്ല. പിന്നെയല്ലേ മുഷാവറ അംഗങ്ങളായ തങ്ങളടക്കമുള്ളവരെ കള്ളൻ എന്ന് പറഞ്ഞ ഒരു പ്രചരണം. ആ കള്ളന്മാരിൽപ്പെട്ടവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ഇറങ്ങിപ്പോയി എന്നാണ് നദ്വി സാഹിബ് പറഞ്ഞത്. തങ്ങൾ പലപ്പോഴും ഇറങ്ങിപ്പോവാറും വരാറുമുണ്ട്. യോഗത്തിനിടയിൽ നേതാക്കളൊക്കെ അങ്ങനെയാണ്. വിട്ടുപോയിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ പോയതാണ്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട്. അസ്ലം, ഇന്നലെ ഈ മുഷാവറ യോഗത്തിൽ പൊട്ടിത്തെറിയും ഒന്നുമില്ല എന്ന വാർത്തകൾക്ക് പിന്നാലെ നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വാക്കുതർക്കമുണ്ടായിരുന്നു എന്നല്ലേ ഇപ്പോൾ ഉമർ ഫൈസിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്? തീർച്ചയായും ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ വാർത്താക്കുറിപ്പിൽ സംസ്ഥാനത്ത് നിഷേധിച്ചെങ്കിലും ഇന്ന് രാവിലെ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി മുഷാവറ അംഗം തന്നെ തർക്കമുണ്ടായെന്നും ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്നും പറഞ്ഞു. ഇന്ന് വൈകിട്ട് ഒരുപക്ഷെ അതിൽ പ്രതിഭാഗത്തുള്ള ഉമർ ഫൈസി മുക്കവും ഇറങ്ങിപ്പോക്ക് ഭക്ഷണത്തിനാണെന്ന് വിശദീകരിക്കാൻ പോലും തർക്കമുണ്ടായെന്നും അത് കള്ളന്മാരെന്നുള്ള പ്രയോഗമാണെന്നും അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. അതേസമയം താൻ ഉദ്ദേശിച്ചത് അവിടുത്തെ ഏതെങ്കിലും മുഷാവറ അംഗത്തെയോ നദ്വിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അങ്ങനെയൊന്നും അല്ല, പകരം തനിക്കെതിരായ തെറ്റായ കാര്യങ്ങൾ, കള്ളക്കാര്യങ്ങൾ എഴുതിക്കൊണ്ടുവന്ന കത്ത് എഴുതിക്കൊണ്ടുവന്ന ആൾക്കാരെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹം വാർത്താസമ്മേളനത്തിലൊരു വീഡിയോയിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിപ്പോയ ജിഫ്രി തങ്ങൾ തിരിച്ചു വന്ന ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള മറ്റ് ചോദ്യങ്ങൾ ചോദിക്കാനും മാധ്യമപ്രവർത്തകർക്ക് അവസരം ഉണ്ടായില്ല. എന്തായാലും തർക്കമുണ്ടായെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മുഷാവറയിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി നടത്തിയത് അച്ചടക്ക ലംഘനമാണ്, അദ്ദേഹത്തിനെതിരെ നടപടി വേണ്ടിവരും എന്നുകൂടി പറയുന്നുണ്ട്. അതായത് നിലവിൽ തന്നെ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി ആവശ്യം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു തനിക്കെതിരായ ആവശ്യത്തെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുക കൂടി അല്ലെങ്കിൽ നടപടി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സമസ്തയിലെ തർക്കം കുറച്ചുകൂടി രൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് നേതാക്കളുടെ മുഷാവറ അംഗങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നത്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.